ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ആരോഗ്യ പ്ലാന്റ്സ് എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഇഞ്ച് പോട്ടാണ്. അതുപോലെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി ചട്ടിയുടെ അടിയിലായിട്ട് ഇതുപോലെ പോളിസ്റ്റർ ഫൈബർ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇത് ഓൺലൈൻ വഴി വാങ്ങാൻ കിട്ടും, ആമസോണിൽ കിട്ടും. അതുപോലെ പഴയ പില്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പില്ലോയ്ക്കുള്ളിൽ ഇതാണ് നിറച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇൻഫെക്ഷനൊന്നും വന്ന് പ്ലാന്റ് ചീത്തയാവാതെ ഫംഗിസൈഡിൽ ഒന്ന് മുക്കുക, അല്ലെങ്കിൽ ഫംഗിസൈഡിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ സാഫാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഗ്രേറ്റ് ചെയ്ത കൊക്കോ ചിപ്സും ചാർക്കോലും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പോട്ടി മിക്സ്. അപ്പോൾ ആ പോട്ടി മിക്സ് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് നനച്ച് അതിനെ ഒന്ന് ഈർപ്പം ഉണ്ടാക്കിയെടുക്കുക. അത് പോട്ടിൽ നിറയ്ക്കുക, പ്ലാന്റ് നടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ആരോഗ്യ പ്ലാന്റ്സ് പ്രൊപ്പഗേഷൻ ചെയ്യാറ്. 1 മാസമൊക്കെ ആകുമ്പോഴേക്കും നന്നായി റൂട്ടൊക്കെ വന്നിട്ട് നല്ല പ്ലാന്റ് ആയിട്ടാണ് വരാറ്. ഒരു പ്ലാന്റ് പോലും എനിക്ക് അങ്ങനെ നഷ്ടമായി പോയിട്ടില്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നട്ടതിന് ശേഷം അതിന് ഷെയ്ഡ് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ നെറ്റിനടിയിലോ അതുപോലെ ചൂടൊന്നും അടിക്കാതെ നല്ല ഈർപ്പമുള്ള നല്ല മരത്തിൻ്റെ തണലിലോ അങ്ങനെയുള്ള ഭാഗത്ത് വേണം വയ്ക്കാൻ. അതുപോലെ ഓവർ വാട്ടറിങ്ങും പാടില്ല. അത്യാവശ്യം അതിന് ഈർപ്പം ഉണ്ടായിരിക്കണം, അതിൻ്റെ പോട്ടി മിക്സിൽ ഈർപ്പം ഉണ്ടായിരിക്കണം, അത്രമാത്രം മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലാന്റ്സ് ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.